ഹലോ, വെൽക്കം ബാക്ക് ടു ഫിലിം ഫാൻസ് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു OTT റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. OTT റിലീസായത് മാരീഷൻ, തമിഴ് മൂവി മാരീഷൻ്റെ റിവ്യൂ ആണ്. കണ്ടു, തിയേറ്ററിൽ നമുക്ക് മിസ്സായി പടം. അപ്പോൾ നമ്മൾ കണ്ട നിങ്ങളോട് അതിൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ അത് റിലീസായിട്ടുണ്ട്, OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ പടത്തെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫീൽ ഗുഡ്, അത്യാവശ്യം കോമഡികളുള്ള, പിന്നെ ടീച്ചറിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ത്രില്ലിങ് എലമെൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പടം കണ്ടത്. ഒരു ഫ്രഷ് മൈൻഡോടെ, ഒരു യാതൊരു മുൻധാരണകളും, ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻ ആവുന്ന രീതിയിൽ കണ്ടു തുടങ്ങി. പടത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പ്ലസ് ഒരു എന്താ പറയുക, ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് എന്നേക്കും ഒരു നമ്മളുടെ പല സിനിമകളിലും വന്ന ഒരു തീം തന്നെയാണ്. ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നി. പക്ഷേ കഥയെ സംബന്ധിച്ചിടത്തോളം പുതുമയില്ലെങ്കിലും എന്നും ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അവർ എടുത്തിരിക്കുന്നത്. പടത്തിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് വടിവേലുവിൻ്റെ തന്നെയാണ്. ഫഹദ് ഫാസിലിന് പല സ്ഥലത്തും ഫഹദ് ഫാസിലിൻ്റെ എന്താ പറയുക, ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് അറിയാലോ, ഓൾറെഡി അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമറാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പെർഫോമൻസിനായിട്ടുള്ള ഒരു ഇതും എനിക്ക് തോന്നിയ കൂടുതലും മൂപ്പരായ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് നമുക്ക് അനായാസമായിട്ട് തോന്നാത്തതായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ചത് വടിവേലുവിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരു അൽഷിമേഴ്സ് ഒരു രോഗിയുടെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പുള്ളിയുടെ പ്രകടനവും, നമുക്ക് തന്നെ പുള്ളി ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് തോന്നും, പുള്ളിക്ക് ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രേക്ഷകന് ഒരു ഡൗട്ട് തോന്നും. സ്ക്രീൻ പ്ലേ ഒക്കെ വളരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. അതിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു എൻഗേജിങ് ആയിട്ട് നമ്മൾ ഇരുത്തുന്നുണ്ട് പടം. ലാഗ് ഒക്കെ പരമാവധി കുറച്ചാണ് ലാഗ്, കുറച്ച് ഇമോഷണലൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ലാഗ് വരുന്നെങ്കിലും വലിയ രീതിയിലുള്ള ലാഗ് വരാതെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് എടുക്കാമെന്ന് തോന്നി എനിക്ക് ഈ കഥ കണ്ടപ്പോഴും. കുറച്ചും കൂടിയും ഒരു പേസിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇപ്പോൾ സുധീഷ് ശങ്കറിൻ്റെ ഡയറക്ടറിൽ ഇറങ്ങിയ ഒരു പടം അത്യാവശ്യം ഒരു വാച്ചബിൾ തന്നെയാണ്. റിലീസായിട്ടുണ്ട്, OTT റിലീസായിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല, അത്യാവശ്യം നമുക്ക് പരിചിതമായ കുറച്ച് മുഖങ്ങൾ ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം പടം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഗുഡ് വിത്ത് സം എന്താ പറയുക, സോഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും കാണുക. എന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു പാരൻസും ഒക്കെ കാണേണ്ട ഒരു പടമാണ്. എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോൾ ബൈ.